ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനും എനർജിയും ഒരുപോലെ നൽകാൻ ഒട്ടും തന്നെ പഞ്ചസാരയോ പാലോ ഇല്ലാണ്ട് തയ്യാറാക്കിയ, രാവിലെ കുടിച്ചാൽ ഉച്ചവരെ വിശപ്പ് തോന്നാണ്ടിരിക്കുന്ന 2 തരം ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തികൾ. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 ബദാമും 1 സ്പൂണ് പംകിൻ സീഡ്സും 1 സ്പൂണ് സൺഫ്ലവർ സീഡ്സും 2 ഡേറ്റ്സും ചേർത്ത് കുതിർക്കാനായിട്ടിട്ടുണ്ട്. ഞാനിത് നൈറ്റിലാണ് കേട്ടോ കുതിർക്കാനിടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ കുറച്ച് ഇളം ചൂടുവെള്ളം ചേർത്തൊന്ന് രാവിലെ കുതിർക്കാനിട്ടാലും മതി. ഇതാ നല്ലതുപോലെ സോക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 സ്പൂണ് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 10 മിനിറ്റ് ഈ ഓട്സ് ഒന്ന് സോക്കായാൽ മതി. നമ്മൾക്ക് സ്മൂത്തി തയ്യാറാക്കാം. ആപ്പിൾ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് റോബസ്റ്റ പഴം ചേർക്കാവുന്നതാണ്. ഞാൻ ഇവിടെ പകുതി ആപ്പിളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്ത ആപ്പിൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സോക്ക് ചെയ്താൽ വെച്ചിരിക്കുന്ന നമ്മുടെ ഓട്സും ബാക്കി നട്ട്സും എല്ലാം നല്ലതുപോലെ സോക്കായിട്ടുണ്ട്. അതും കൂടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വെയിറ്റ് ലോസിന് ഏറെ ഹെൽപ്പ് ചെയ്യുന്ന 1 സ്പൂൺ ചിയാ സീഡ് കുതിർത്തതാണ്. 3/4 കപ്പ് വെള്ളവും ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റാക്കി നമ്മൾക്കിതൊന്ന് അരച്ചെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ ഓട്സ് ആപ്പിൾ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ പാൽ ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇത് ലാക്ടോസ് അലർജി ഉള്ളവർക്ക് ധൈര്യമായിട്ട് കുടിക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഫ്ലാക്സ് സീഡ് ചേർക്കാം. ഇത് റോസ്റ്റ് ചെയ്ത ഫ്ലാക്സ് സീഡാണ്. ഒന്ന് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് പംകിൻ സീഡ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഓട്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റാഗി വെച്ച് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഒന്ന് കുറുക്കി എടുത്തിട്ട് ഇതുപോലെ തയ്യാറാക്കിയെടുത്താലും മതി. ഇനി നമ്മൾക്ക് ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു മഖാന വെച്ചിട്ടുള്ളൊരു സ്മൂത്തി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് മഖാന ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്യാനും പറ്റും. എടുത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ പെട്ടെന്ന് പൊട്ടിപ്പോവുകയാണെങ്കിൽ ഇത് കറക്റ്റ് അളവിൽ റോസ്റ്റ് ആയിട്ടുണ്ടെന്നാണ്. ഇനി ഞാൻ ഇതിലെ പാനിൽ തന്നെ 2 സ്പൂണ് നമ്മളുടെ പച്ചക്കടല ഒന്ന് റോസ്റ്റ് ചെയ്തിടുന്നുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ കടല മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ മഖാനയും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇപ്പം മാംഗോ സീസൺ അല്ലേ, അതുകൊണ്ട് ഞാൻ പകുതി മാംഗോ ആണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഈ മാംഗോയ്ക്ക് വരെ നിങ്ങൾക്ക് വേറെ എന്ത് ഫ്രൂട്ടും വെച്ച് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഞാൻ പകുതി മാങ്ങ ആണ് ഇതിലേക്ക് കട്ട് ചെയ്തിടുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഓവർനൈറ്റ് സോക്ക് ചെയ്ത ചിയാ സീഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ വേറെ ഡേറ്റ്സോ ഹണിയോ പഞ്ചസാരയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാം. ഇത് കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങളൊന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. ഞാൻ കുറച്ച് മാംഗോ ഒന്ന് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഇടുന്നത് നമ്മളുടെ ഗോതമ്പിൻ്റെ മൈക്രോഗ്രീൻസ് ആണ്. വെജിറ്റബിൾസിനേക്കാളും 40 മടങ്ങ് പോഷക ഗുണങ്ങളടങ്ങി ഈ മൈക്രോഗ്രീൻസ് വളർത്തിയെടുക്കാൻ വളരെ ഈസിയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്മൂത്തിയിലിട്ട് അടിക്കാവുന്നതാണ്. മൈക്രോഗ്രീൻസ് എടുക്കാൻ പാകത്തിന് അത്ര വളർന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ഒന്ന് ഭംഗിക്ക് വേണ്ടി കട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. വളരെ ഹെൽത്തിയായ 2 ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തികളാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. രാവിലെ എന്തുണ്ടാക്കും എന്നുള്ള ടെൻഷൻ വേണ്ട. വളരെ ഈസിയായി വണ്ണം കുറയ്ക്കാനും ഡയറ്റ് ചെയ്യുന്നവർക്കുമൊക്കെ വയറ് കുറയ്ക്കാനുമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്യാവുന്ന 2 കിഡിലൻ സ്മൂത്തികളാണ്. പ്രോട്ടീനും ഫൈബറും ഏറെയുള്ളതിനാൽ ഒരുപാട് നേരം വിശപ്പ് തോന്നാണ്ടിരിക്കുകയും അതുപോലെ തന്നെ അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന 2 സ്മൂത്തികളാണ്. ഫ്രൂട്ട്സൊക്കെ മാറ്റി മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഡെയിലി കുടിക്കുമ്പോൾ ഉള്ള ബോറടിയൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതുമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാകും. ഇത് ഒരു രക്ഷയുമില്ല കേട്ടോ, അത്രയ്ക്ക് കിടിലൻ ടേസ്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.